മച്ചാമാരെ, ഇന്ന് ഞാനിവിടെ പറയാൻ വന്നത് ദ റിയൽ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ സ്റ്റോറിയാണെന്ന് ഞാനിവിടെ പറയാൻ. നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് താടിയും മീശയും ഒക്കെ ക്രിസ്മസ് അപ്പൂപ്പന് പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെട്ട മിഠായിയൊക്കെ കൊടുക്കുന്ന സമ്മാനങ്ങളൊക്കെ ആയി വരുന്ന ക്രിസ്മസ് അപ്പൂപ്പന്. പക്ഷെ ചിലവർ വിചാരിച്ചിരിക്കുന്നത് ഈ ക്രിസ്മസ് അപ്പൂപ്പൻ കിട്ടുകയാണ്. പക്ഷേ ഈ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കഥ കിട്ടുകതേയല്ല. ദ റിയൽ സ്റ്റോറിയാണ് സാന്റാക്ലോസിൻ്റെ. പണ്ട് കാലത്ത് AD 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പുരോഹിതനായിരുന്നു നിക്കോളാസ്, സാന്റ് നിക്കോളാസ് എന്ന് പറഞ്ഞ വ്യക്തി. ഇദ്ദേഹം ഒരു ധനവാനായിരുന്നു. പിള്ളേർക്ക് പാവകൾ ഉണ്ടാക്കി കൊടുക്കും, പാവപ്പെട്ടവരെ സഹായിക്കും ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. എല്ലാ ക്രിസ്മസ് രാത്രിയിലും ഓരോരുത്തരുടെ വീട്ടിൽ വന്ന് പാവകൾ സമ്മാനിക്കുമായിരുന്നു ഈ പുരോഹിതൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു സാന്റ് നിക്കോളാസ്. ഇദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനും കൂടെയായിരുന്നു ഇദ്ദേഹം. ഇങ്ങനെ ഇരിക്കെ ഒരു ക്രിസ്മസ് രാത്രി ഇങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കമ്പുകുരുക്കിൽപ്പെട്ട് ഒരു മാന് കിടക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ഓടിച്ചെന്ന് ആ മാനിനെ രക്ഷിക്കാൻ നോക്കി, എന്നിട്ടും വരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് മാലാഖ വന്ന്, നിനക്ക് സമാധാനം എന്ന് പറഞ്ഞു, നീ കുട്ടികൾക്കെല്ലാം പാവകൾ ഉണ്ടാക്കി സമ്മാനം കൊടുക്കുന്നത് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ സഹായിക്കാൻ വേണ്ടി എന്നെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ആ മാനിനെ തൊട്ട് ആ മാനുകൾക്കെല്ലാം ചിറക് വെച്ചു. അങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വാഹനവും ഈ മാലാഖ കൊടുത്തു. പെട്ടെന്ന് ഈ വാഹനമെല്ലാം ഇങ്ങനെ പറക്കാൻ തുടങ്ങി. ഈ സാന്റ് നിക്കോളാസ് അതിശയപ്പെട്ട് ഇങ്ങനെ നോക്കി. അപ്പോൾ സഹായത്തിന് വേണ്ടി 2-3 കുട്ടികളെയും പച്ച കുട്ടികളെയും കൊടുത്തു. അവരുടെ രൂപം ചെവി ഇങ്ങനെ നീണ്ടതും മൂക്ക് നീണ്ടതുമായ ഒരു രൂപമാണ് അവർക്കുള്ളത്. പാവകൾ ഉണ്ടാക്കാൻ വേണ്ടി ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കൂടെ വിട്ടു. അങ്ങനെ ആ സാന്റ് നിക്കോളാസിനെ വിട്ട് ആ മാലാഖ പോയി. അങ്ങനെയാണ് ഇന്ന് കാണുന്ന സാന്റാക്ലോസായി ഇന്ന് മാറിയത്. പക്ഷേ സാന്റാക്ലോസിൻ്റെ ഡ്രസ്സ് ചുമപ്പ് തന്നെയാണ് അല്ല എന്നാണ് എൻ്റെ റിസർച്ചിൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞത്. സാന്റാക്ലോസ് ഇട്ടിരുന്ന ഡ്രസ്സിൻ്റെ നിറം പച്ച, ഓറഞ്ച് ഒക്കെയായിരുന്നു. ഈ ചുമപ്പ് നിറം വന്നതിൻ്റെ കഥ ഞാൻ പറയാം. കൊക്കോകോള കമ്പനിയുടെ കളർ നിങ്ങൾക്ക് എല്ലാവർക്കും ചുമപ്പാണ്. അങ്ങനെ ഈ ക്രിസ്മസ് അപ്പൂപ്പന് പച്ചയും നീലയൊക്കെ ആയതുകൊണ്ട് ക്രിസ്മസ് അപ്പൂപ്പന് അവരുടെ ലോഗോയ്ക്ക് ചേർന്ന ഒരു ഡ്രസ്സ് കൊടുക്കും, ചുമപ്പ്. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ചുമപ്പ് ഡ്രസ്സിലേക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ മാറിയത്. ഇതൊക്കെ പറഞ്ഞാൽ എല്ലാ പിള്ളേർക്കും എല്ലാ വലിയവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ക്രിസ്മസ് അപ്പൂപ്പൻ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ കൂടുതൽ വീഡിയോ കിട്ടാനും വേണ്ടി ബെല്ലൈക്കനും കൂടെ അമർത്തണേ. അങ്ങനെ എൻ്റെ എല്ലാ സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. താങ്ക് യു.